ജാനകിയമ്മ തലമുറകളുടെ ഗായിക. ഒരു സംഗീതപ്രേമിക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത പേരും ശബ്ദവും. 1957 തുടങ്ങിയ സംഗീത ജീവിതത്തിൽ പാടിയത് 48,000-ഓളം ഗാനങ്ങൾ. തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ്, ഹിന്ദി, ഒഡിയ, ബംഗാളി, മറാഠി, തുളു, ഉർദു, ഗുജറാത്തി, പഞ്ചാബി, കൊങ്ങിണി, അസമീസ്, സിന്ധി തുടങ്ങി 17 ഇന്ത്യൻ ഭാഷകളിലും ഇംഗ്ലീഷ്, ജാപ്പനീസ്, അറബിക്, ജർമ്മൻ, സിംഹള എന്നീ ഭാഷകളിലും പാടിയിട്ടുണ്ട്. 1200-ൽ പരം മലയാളം ഗാനങ്ങളും ജാനകിയമ്മ പാടിയിട്ടുണ്ട്. 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് ജനനം. 10ാം വയസ്സിൽ പൈത്യസ്വാമിയുടെ കീഴിൽ ശാസ്ത്രീയ സംഗീത പഠനം ആരംഭിച്ചു. അമ്മാവനായ ഡോക്ടർ ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം സംഗീത പഠനത്തിനായി മദ്രാസിലെത്തി. ആകാശവാണി ദേശീയതലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2ാം സ്ഥാനം നേടിയതോടെയാണ് ജാനകി ശ്രദ്ധേയായത്. വൈകാതെ മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ ജോലി ലഭിച്ചു. 1957 19ാം വയസ്സിൽ വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപതി റാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. ചിത്രം പുറത്തിറങ്ങിയില്ലെങ്കിലും മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ പാടുവാൻ ആ വർഷം തന്നെ അവസരം ലഭിച്ചു. 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വഴിയിൽ എന്ന ഗാനമാണ് മലയാളത്തിൽ ജാനകിയമ്മ ആദ്യം പാടിയത്. 1962 പുറത്തിറങ്ങിയ കൊഞ്ചും ചിലങ്കെ എന്ന തമിഴ് ചിത്രത്തിൽ ജാനകി പാടിയ ശിങ്കാരവേലനെ ദേവ എന്ന പാട്ട് തെന്നിന്ത്യൻ സംഗീത ലോകത്തെ ആകെ ഇളക്കിമറിച്ചു. സംഗീത സംവിധായകൻ MS ബാബുരാജാണ് ജാനകിയെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. മൂടുപടത്തിലെ തളിരിട്ട കിനാക്കൾ തൻ, തച്ചോളിയൊതേനിലെ അഞ്ജനക്കണ്ണെഴുതി, അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിലെ താമരക്കുമ്പിളിലല്ലോ മമഹൃദയം തുടങ്ങിയ ഗാനങ്ങൾ ഈ കൂട്ടുകെട്ടിൽ അനശ്വരങ്ങളായി. MS ബാബുരാജിന്റെ ഈണങ്ങളിലൂടെയാണ് ജാനകിയുടെ സ്വരമാധുരി മലയാളികൾക്ക് ഏറ്റവും അനുഭവവേദ്യമായത്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് ജാനകിയമ്മയെ തേടിയെത്തിയത്. കേരള സംസ്ഥാന അവാർഡ് 14 തവണയും, തമിഴ്നാട് സർക്കാരിന്റെ അവാർഡ് 7 തവണയും, ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ അവാർഡ് 10 തവണയും ഈ ഗായിക സ്വന്തമാക്കി. 2013 പത്മഭൂഷൺ ലഭിച്ചുവെങ്കിലും ജാനകിയമ്മ ഇത് നിരസിച്ചു. തന്റെ ദീർഘകാലത്തെ സംഗീത ജീവിതത്തിന് വളരെ വൈകിയാണ് പുരസ്കാരം നൽകിയതെന്നും ദക്ഷിണേന്ത്യൻ കലാകാരന്മാരോട് കേന്ദ്ര സർക്കാർ അവഗണന കാണിക്കുന്നുവെന്നും പറഞ്ഞാണ് അവർ പുരസ്കാരം നിരസിച്ചത്. ഗായികയായി നിറഞ്ഞു നിൽക്കുമ്പോഴും ഗാനരചനയും സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട് ജാനകിയമ്മ. നിരവധി തമിഴ്, തെലുഗു ചിത്രങ്ങൾക്ക് വേണ്ടി അവർ ഗാനങ്ങൾ എഴുതി. പിന്നണി ഗാനരംഗത്ത് 60 വർഷം പൂർത്തിയാക്കി ആ ഗാനഗോകുലം 2017 മൈസൂരു മാനസ ഗംഗോത്രിയിലെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി സിനിമയിലും പൊതുവേദിയിലും പാടുന്നത് അവസാനിപ്പിച്ചു. അവർ പാടിവെച്ച ഗാനങ്ങൾ തലമുറകൾ കടന്ന് ഇന്നും നമ്മൾ ഏറ്റുപാടുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.